सबको मेरा नमस्कार. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുബാൻ ഖാൻ എന്ന രേഖാചിത്രത്തിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമ്മൾ കണ്ടു സുബാൻ ദാദ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഹജ്ജിന് പോയി. അതുപോലെ തന്നെ അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പള്ളി പണിയണമെന്ന്. അപ്പോൾ ഗ്രാമത്തിന് യോജിച്ച രീതിയിൽ ഒരു ചെറിയ നല്ല മനോഹരമായിട്ടുള്ള പള്ളി പണിതു. ആ പള്ളി പണിയാൻ രാമകൃഷ്ണപുരി യാനി ഒരു ഹിന്ദു പരിവാറിലെ ഒരുപാട് മരങ്ങളാണ് പള്ളിക്ക് കൊണ്ടുപോയത്. അത് വീണ്ടും പറയാനുള്ള കാരണം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ പള്ളി പണിയുമ്പോൾ ഒരുപാട് ഹിന്ദുക്കൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പള്ളീൻ്റെ ഉദ്ഘാടനം ഇല്ലെങ്കിൽ പള്ളി ആദ്യമായിട്ട് തുറക്കുന്ന സമയത്ത് ഹിന്ദുക്കളും മുസ്ലിംസും അവിടെ കൂടിയിരുന്നു. മുസ്ലിംസിന് വേണ്ടിയിട്ട് നിസ്കാരത്തിൻ്റെ ആ ഒരു എല്ലാ സംവിധാനവും അവിടെ ഒരുക്കി. അതേ സമയത്ത് തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഹൽവയും അവരുടെ ഫേവറേറ്റായിട്ടുള്ള സ്വീറ്റ്സും ഒക്കെ സുബാൻ ദാദ കരുതിയിരുന്നു. അതുവരെയാണ് നമ്മൾ എടുത്തത്. അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ज़माना बदला, मैं अब शहरों में ही ज़्यादातर रहता और शहर आए दिन हिंदू मुस्लिम दंगों के अखाड़े बन जाते थे. हाँ, आए दिन देखिएगा, एक ही सड़क पर हिंदू मुसलमान चल रहे हैं, एक ही दुकान पर सौदे खरीद रहे हैं, एक ही सवारियों पर जानू आ जा रहे हैं, एक ही स्कूल में पढ़ रहे हैं, एक ही दफ्तर में काम कर रहे हैं कि अचानक सबके सिर पर शैतान सवार हो गया. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഗ്രാമത്തിൽ മുസ്ലിംസിൻ്റെ ഉത്സവങ്ങൾക്ക് ഹിന്ദുക്കൾ പോവാറുണ്ട്, ഹിന്ദുക്കളുടെ ഉത്സവങ്ങൾക്ക് മുസ്ലിംസ് പോവാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരങ്ങൾ എല്ലാം നൽകാറുണ്ട്. പക്ഷേ കാലം കഴിയുന്തോറും ഈ രാമകൃഷ്ണപുരിജിൻ്റെ ചെറുപ്പകാലത്തെ സിറ്റുവേഷനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു. സമാന ബദല, ലോകം മാറി, നമ്മുടെ ചുറ്റുപാടും മാറി. ഇപ്പോൾ പഠിക്കേണ്ട കാര്യത്തിന് ഈ കുട്ടി എപ്പോഴും എന്താണ്, ഇല്ലെങ്കിൽ രാമകൃഷ്ണപുരിജി എപ്പോഴും നഗരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് പണ്ട് എല്ലാവരും ഹിന്ദു മുസ്ലിംസ് എല്ലാവരും ഒരു സ്കൂളിലാണ് പഠിച്ചത്, ഒരു കടയിൽ നിന്നാണ് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സവാരിക്കാരെ അല്ലെങ്കിൽ റിക്ഷാക്കാരെയൊക്കെ വിളിക്കുന്നത് ജാതി നോക്കിയിട്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം മാറി. എല്ലാ ആൾക്കാരുടെ തലയിലും ഷെയ്ത്താൻ ജഗത്താൻ്റെ കുടിയിരിപ്പ് തുടങ്ങി. എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. അവരെല്ലാത്തിനെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ റിവേർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സംഭവം വന്നു. हल्ला भागदड़ मारपीट खून खराबी आग लगी सारी खुराफतों की झूठ. न घर महफूज, न शरीर, न इज्जत, प्रेम भाईचारे और सहृदयता के स्थान पर घृणा विरोध और नृशंस हत्या का उल्लंघन नृत्य. ഇത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്തെ മാനവിക മൂല്യങ്ങൾ, പ്രേമം, കരുണ, സാഹോദര്യം, ദയ, സ്നേഹം, അങ്ങനത്തെ വികാരങ്ങൾക്ക് പകരം വെറുപ്പും വിദ്വേഷവും വിരോധവും അഹിംസയും ദയയില്ലാത്ത മരണങ്ങളും അരുംകൊലകൾ, നൃശംസഹത്യ എന്ന് വെച്ചാൽ അരുംകൊലകൾ, വിചാരിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി, ചോരക്കളികൾ, എല്ലാത്തിൻ്റെയും ഉല്ലംഘന നൃത്യമാണ്, ഒരു താണ്ഡവമാണ്. മാനവിക മൂല്യങ്ങളൊക്കെ ഇല്ലാതായിട്ട് അതിൻ്റെ പകരം ഇതുപോലെ തന്നെ ദേഷ്യം വെറുപ്പുമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിട്ട് മാറി. शहरों की ये बीमारी धीरे धीरे देहात में घुसने लगी. गाय और भाजे के नाम पर तरकारें होने लगी. जो जिंदगी भर कसाईखानों के लिए अपनी गायें बेचते रहे, वो ही एक दिन किसी एक गाय के कटने का नाम सुनकर ही कितने इंसानों की गले काटने को तैयार होने लगे. അപ്പോൾ പട്ടണത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ടൗണിൽ ഈ ഒരു അസുഖം പതുക്കെ വ്യാപിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ പശുക്കുട്ടീൻ്റെയും കാളേൻ്റെയും പോത്തിൻ്റെയും പേരിലൊക്കെ അടി ഉണ്ടാക്കാൻ തുടങ്ങി ഇവരെല്ലാവരും തന്നെ.
ഇത് ജീവിതകാലം മുഴുവൻ കസായി ഖാന അറവശാലയിൽ തൻ്റെ പശുക്കുട്ടീനെ കൊണ്ട് കൊടുക്കുന്ന ആൾ വരെ പെട്ടെന്നൊരു ദിവസം പശുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പശുവിനെ ആക്രമിക്കുന്ന ആൾക്കാരെ കൊല്ലുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ അവരുടെ കഴുത്തിൽ കത്തി വയ്ക്കുന്ന രീതിയിൽ കാലം മാറിപ്പോയി. അതായത് എന്നും അറവശാലയിൽ പശുവിനെ കൊടുക്കുന്ന ഒരാൾ പിറ്റേ ദിവസം തന്നെ ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ പിറ്റേ ദിവസം തന്നെ പശുവിനെ കൊല്ലുന്ന ഒരാളുടെ കഴുത്തിൽ കത്തി വയ്ക്കുന്ന രീതിയിൽ സിറ്റുവേഷൻ മാറിപ്പോയി. അതുപോലെ തന്നെ शादी കല്യാണത്തിനും ഉത്സവങ്ങൾക്കുമൊക്കെ बाज के नहीं होते जो मुहर्रम की गहमी के दिन भी भाजे गाजों की गूंज किए रहते। अब वो ही अपनी मस्जिद के सामने से गुजरते हुए 1 मिनट के भाजे पर गूंज की नदियाँ बहाने को उतारू होते हैं. അതായത് മതത്തിൻ്റെ പേരിലുള്ള എല്ലാ മൃഗങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ, വർഗീയതേനെ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനെയും ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ കണ്ടിട്ട് അവർ സംരക്ഷിക്കുന്ന മൃഗങ്ങളും പക്ഷികളും അവരെയൊക്കെ, ഇപ്പോൾ ഹിന്ദുക്കൾ ഗായിനെ സംരക്ഷിക്കുകയെങ്കിൽ മുസ്ലിംസ് ഗായിനെ കൊല്ലാൻ പോവുകയാണെങ്കിൽ അതൊരു വലിയ ലഹളയിൽ എത്തും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും തന്നെ അതുപോലെ ഈ ബാജിനെ മുസ്ലിംസ് അവരുടെ കല്യാണങ്ങൾക്കും ഇല്ലെങ്കിൽ ഉത്സവങ്ങൾക്കും എല്ലാം എന്താണ് അതിൻ്റെ ചോര വേണമായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷൻ മാറിയതിന് ശേഷം മസ്ജിദിൻ്റെ അടുത്ത് കൂടെ തന്നെ ഒരു भाज वन्नाल जिनके शादी वाह पर्व त्यौहार बिना भाजे की नहीं होते, जो मुहर्रम की घमी के दिन भी भाजे गाजे की धूम किए रहते। अब वो ही अपनी मस्जिद के सामने से गुजरते हुए 1 मिनट के भाजे पर गून की नदियाँ बहानों को उधारो हो जाते. ഇത് ഭാജ് ഏതെങ്കിലും പോയാൽ അതിൻ്റെ ചോരേൻ്റെ നദി ഒഴുക്കാൻ അവരും റെഡി ആയിരുന്നു പശുവിൻ്റെ കുട്ടീനെ, കേട്ടോ. അതായത് വെറുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കാനുള്ള എല്ലാ സിറ്റുവേഷൻസും അവർ ചെയ്തുകൊണ്ടിരുന്നു. കുച്ച് पंडितों की बन आई, कुछ मुल्लाओं की चलती बनी, संगठन और तंजीम के नाम पर फूट और कलह के बीच बोए जाने लगे. लाठियाँ मुचली छुरे निकले, गोपड़ियाँ फूटी, अंधड़ियाँ बाहर आई, कितने नौजवान मरे घरे फूके, बाकी बच गए खेत गली खान, सो अंग्रेजी अदालत के गर्ज के पीछे കൂർക്കുഹുയി. അതായത് പെട്ടെന്ന് തന്നെ ഗ്രാമത്തിൽ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ മുല്ല, ഹിന്ദുക്കളിൽ വലിയ ആളാണ് പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മുസ്ലിംസിൽ വലിയ ആളാണ് മുല്ല. അങ്ങനെ ഗ്രാമത്തിൽ പെട്ടെന്ന് തന്നെ കുറേ പണ്ഡിതന്മാരുടെ സംഘടനയുണ്ടായി, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചു, കുറേ മുല്ലകൾ പൊട്ടിമുളച്ചു. ആൾക്കാരൊക്കെ എന്താണ്, എല്ലാവരും ലാത്തിയും കത്തിയും ഒക്കെ എടുത്തിട്ടായി നടപ്പ്. എല്ലാവരും എന്താണ്, കൊല്ലണം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വെച്ച് നടക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. ഗോപ്പടി എത്രയോ കുടിലുകൾ നശിച്ചു, കെട്ടിടങ്ങൾ നശിച്ചു, ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതുപോലെ കിത്തനെ നൗജവാൻ, എത്രയോ ചെറുപ്പക്കാർ മരേഗർ ഫൂക്കെ, വീട്ടിൽ തന്നെ എന്താണ്, വീട്ടിൽ തന്നെ മരിച്ചുപോയി, വീട് കത്തിപ്പോയി. ബാക്കി ബച്ച് ഗയേ ഖേത് ഗലി ഖാൻ, സോ അംഗ്രേസി അദാലത്ത് കെ ഗർജ് കെ പീച്ചെ കൂർക്കുഹുയെ. അതാണ് ഇവരുടെ ഈ വർഗീയതേൻ്റെ കാരണം ഒരുപാട് സാധനങ്ങൾ നശിച്ചു, ഒരുപാട് ആൾക്കാർ മരിച്ചു. നശിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ എന്താണ്, അംഗ്രേസി സർക്കാർ വന്നപ്പോൾ അവരുടെ അദാലത്തിലും ആയി, അവരുടെ കീഴിലും ആയി. खबर फैली इस साल सुभान दादा के घाव के मुसलमान भी कुर्बानी करेंगे. जवार में मुसलमान कम थे लेकिन उनके जोश का क्या कहना. इधर हिंदुओं की जितनी घाय पर ममता न थी उससे ज़्यादा अपनी तादाद पर घमंड था. तनातनी का बाजार घर, खबरें भी फैली ही सुभान की मस्जिद में ही कुर्बानी होगी. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇവരുടെ ഗ്രാമത്തിൽ ഒരു ന്യൂസ് പടർന്നു. നമ്മുടെ സുഭാൻ ദാദ ഒരു പള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ പള്ളിയിൽ ഒരു കുർബാനി എന്ന് വെച്ചാൽ ബലി കൊടുക്കുക, ഒരു ബലി നടക്കുന്നുണ്ട് എന്നും ഇവിടെ
മുസ്ലിംസ് കുറവാണ്, ഇവരുടെ ഗ്രാമത്തിൽ മുസ്ലിംസ് കുറവാണ്. പക്ഷെ എന്ത് പറയാനാണ്, അവിടെ ഹിന്ദുക്കൾ എത്ര ഉണ്ടെങ്കിലും കാര്യമില്ല. കാരണം സുബാൻ ദാദേൻ്റെ പള്ളിയിൽ ഒരു ഗായിനെ, ഒരു പശുവിനെ ബലി കഴിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള ന്യൂസ് മുഴുവൻ പടർന്നു കേട്ടോ. അപ്പോൾ ഹിന്ദുക്കൾ എത്ര ഉണ്ടെങ്കിലും കാര്യമില്ല എന്ന് പറഞ്ഞത് മോശമായിട്ടല്ല, അതായത് അങ്ങനെ അവരുണ്ടായിട്ട് പോലും ന്യൂനപക്ഷക്കാരായിട്ടുള്ള മുസ്ലിംസ് ഒരു ഗായിനെ പള്ളിയിൽ ബലി കൊടുക്കുകയാണ് എന്ന് അറിയുന്നത് അവർക്ക് ഭയങ്കര അഭിമാനക്ഷതമാണ്. ഈ സുബാൻ ഖാൻ की मस्जिद में कुर्बानी नहीं, ऐसा नहीं हो सकता. അപ്പോൾ കുറച്ച് ഹിന്ദുക്കൾ തമ്മിലുള്ള സംസാരമാണ് കേട്ടോ. സുബാൻ ഖാൻ്റെ മസ്ജിദിലാണോ ബലി? ഇല്ല, അതൊരിക്കലും നടക്കൂല എന്ന്. अगर हुई तो क्या होगा, हमारी नाक कट जाएंगी, लोग क्या कहेंगे, इतने हिंदुओं के रहते गोमाता के गले पर छुरी चली. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എന്താണ് പിന്നെ നമ്മുടെ നാവ് മുറിച്ച പോലെ ആയിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റൂല. കാരണം ബാക്കിയുള്ള ജനങ്ങൾ പറയും, ഇത്ര ഹിന്ദുക്കൾ ഉണ്ടായിട്ടും നിങ്ങളുടെ നാട്ടിൽ തന്നെ ഗോമാതാവിൻ്റെ കഴുത്തിൽ കത്തി വെച്ചില്ലേ എന്ന് മറ്റുള്ളവർ പറയും. चुरी से गौमाता को बचाने हैं तो घराघोरी के कसाईखाने पर हम दावा बोले, और अगर सचमुच जोश है तो चलिए मुजफ्फरपुर अंग्रेज़ी फ़ौज की छावनी पर ही दावा बोले. कसाईखाने में तो बूटी गाय काटी है, जवानी में तो मोटी ताजी बचियाम ही काटी जाती है. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഗോമാതേനെ രക്ഷിക്കണം. കസായിഖാനയിൽ നല്ലോണം വയസ്സായ ഗോമാത അല്ലേ, അവരെയല്ലേ മുറിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ, ഈ ബലിദാനത്തിൻ്റെ പേരിൽ ഒരുപാട് ചെറിയ പശുക്കളെ അല്ലേ കൊല്ലുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ബ്രിട്ടീഷ് സേനേൻ്റെ സഹായവും തേടാം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഗോമാതാവിനെ രക്ഷിക്കണം എന്ന് പറയാണ്. लेकिन वो तो हमारी आंखों से दूर है, देखते हुए मक्खी कैसे निकली जाएंगी. അപ്പോൾ അവരൊക്കെ അവിടെ പോയിട്ട് കാര്യം അന്വേഷിച്ച് വന്ന് അവരുടെ അടുത്ത് പരിഹാരം ചോദിച്ചു വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. കാരണം അവർ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലേ എന്ന് പറഞ്ഞിട്ട് देखते हुए मक्खी कैसे निकाली जाएंगी, അതൊരു പ്രോവർബാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് പശുവിനെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്താണെങ്കിലും അത് തടയണമല്ലോ എന്ന് പറയാണ്. माफ़ कीजिए, दूर नज़दीक की बात नहीं है, बात है हिम्मत की, ताकत की. छावनी में आप नहीं जानते हैं, इसलिए कि वह हम सीधे तोप के मुँह में पड़ना होगा. यहाँ मुसलमान एक मुट्ठी है, इसलिए आप टूटने को उतावले है. പറയാണ്, അവർ പറഞ്ഞതിന് എതിർത്ത് പറയുന്നതുകൊണ്ട് പറയണം സോറി. നമ്മൾ ശരിക്കും ഇത് ദൂർ നസ്തീക്ക്, അത് ദൂരെയുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ശക്തിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു അധികാരത്തിൻ്റെ പവറിൻ്റെ ഒക്കെ കാര്യമാണ്. കാരണം ഇത്ര ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടായിട്ട് കേവലം മുട്ടീബർ എന്ന് പറഞ്ഞാൽ ഒരു പിടി മാത്രമുള്ള മുസ്ലിംസ് ഗായിനെ ബലിദാനം നൽകുകയാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഒരു പവറും ഇല്ല, പിന്നെ നമുക്കൊരു ശക്തിയും ഇല്ല. ഇത് ആക്ച്വലി ഇത് നമ്മുടെ ശക്തിൻ്റെ കാര്യമാണ്, അഭിമാനത്തിൻ്റെ കാര്യമാണ് എന്ന് പറയാണ്. आप जुबान खान का पक्ष ले रहे हैं, दोस्ती निभाते हैं, धर्म से बढ़कर दोस्ती नहीं. നമുക്കെന്താണ്, നമ്മളെല്ലാവരും തന്നെ നിങ്ങൾ സുബാൻ ദാദിൻ്റെ കൂടെയാണ്, അതുപോലെ തന്നെ ദോസ്തി നിഭാത്തെ ഹേ, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് സുബാൻ ദാദിയായിട്ട്, പക്ഷെ ധർമ്മത്തെക്കാളും വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ല കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു രാംവൃക്ഷ് ബെനിപുരിൻ്റെ ഒരു ഫാമിലിയോ ഒക്കെ ആണെന്ന്. അപ്പോൾ ഈ പശുവിനെ കൊല്ലുന്നത് എതിർക്കണ്ട, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇതാക്കണ്ട, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അതിനെ എതിർക്കാനുള്ള സാധനങ്ങളൊന്നും പറയാത്തതുകൊണ്ട് ഒരാൾ പറയാണ്, നിങ്ങൾ സുബാൻ ദാദേൻ്റെ പക്ഷക്കാരാണല്ലോ, നിങ്ങൾ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പല്ലേ, ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടിക്കോളൂ, പക്ഷെ ധർമ്മസേ ബഡ്കർ ദോസ്തി നഹി, മതത്തെക്കാളും വലിയ ഫ്രണ്ട്ഷിപ്പില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അനോട്ടേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. कुछ नौजवानों को मेरे मामा जी की बातें ऐसी बुरी लगी कि
സഖ്സ് സുസ്ത് കൈത്തേ വഹാം സെ ഉടുക്കർ ചൊൽ ദിയേ. അവിടെയുള്ള ചെറുപ്പക്കാർക്ക് എൻ്റെ മാമൻ പറഞ്ഞ കാര്യങ്ങൾ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയി. ലേക്കിൻ കിतना भी गुस्सा किया जाए, चीखा चिल्लाया जाए, ये साफ बात है कि मामा की बिना रजमंदी के किसी बड़ी घटना के लिए किसी की पैर उठाने की हिम्मत नहीं हो सकती थी. उधर सुबहान दादा के दरवाजे पर भी मुसलमानों की भीड़ है. അപ്പോൾ ബാക്കി ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് എണീറ്റ് പോയി. പക്ഷെ അവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ രാംകൃഷ്ണ ബേനിപൂരിൻ്റെ മാമൻ അവരാണ് ആ ഒരു നാട്ടിലെ വലിയൊരു ഹിന്ദു പണ്ഡിതൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അവരില്ലാതെ മാമാക്കി ബിന രജ്മന്തി അവരുടെ സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ ഒരു സംഭവം നടക്കില്ല. ആരുടെ കാലിൽ വീഴണമെങ്കിലും അല്ലെങ്കിൽ ആരെ പയർ ഉഠാനേക്ക് ഹിമ്മത്ത് നെഹി ഹോ സക്തി, ആരുടെ കാല് വരാനോ അല്ലെങ്കിൽ വേറെ ആരുടെയും ഹെൽപ്പ് കിട്ടൂല ഈ മാമനില്ലാതെ. അപ്പോൾ അതുപോലെ തന്നെ സുബാൻ ദാദേൻ്റെ ദർവാസെ പർ അവരുടെ ഗേറ്റിൻ്റെ മുന്നിൽ വാതിലിൻ്റെ മുന്നിലും ഒരുപാട് മുസൽമാൻസിൻ്റെ തിരക്ക് ഉണ്ടായിരുന്നു. न जाने दादा में कहाँ का जोश आ गया है, वह खटकर कह रहे हैं गाय की कुर्बानी नहीं होंगी, ये फालतू बातें सुनने को मैं तैयार नहीं हूँ, तुम लोग हमारी आंखों के सामने से हट जाओ. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല സുബാൻ ദാദയ്ക്ക് ഇത്രയും ഗാംഭീര്യത്തോടെ സംസാരിക്കാൻ പറ്റിയെന്ന്. പക്ഷെ അവർ ഒച്ചത്തിൽ തന്നെ വേഗത്തിൽ പറഞ്ഞു, ഗായ്ക്ക് കുർബാനി നെഹി ഹോങ്കി, ഗായിൻ്റെ ബലിദാനമൊന്നും ഇവിടെ നടക്കുന്നില്ല. ഈ ഫാൽത്തു ബാത്തേങ് സുന്നേക്കോ മേ തയ്യാർ നെഹി ഹോ, നിങ്ങൾ ഇങ്ങനെ പാഴായിട്ടുള്ള കുറേ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ റെഡിയല്ല. തും ലോ ഹമാരി ആങ്കോം കി സാമനെ സെ ഹട്ട് ജാവോ, നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് പോകണം, അല്ലാതെ ഇവിടെ എൻ്റെ പള്ളിയിൽ ഗായിന് ബലിദാനം കൊടുക്കുക എന്നുള്ള കാര്യമൊന്നും വെറുതെ പറയണ്ട, അതൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന കാര്യം സുബാൻ ദാദ പറയാണ്. ക്യോം നെഹി ഹോങ്കി, ക്യാ ഹം അപ്നാ മജ്ഹബ് ഡർ കെ മാരെ ഛോഡ് ദേങ്കെ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഞങ്ങളെന്താണ് നിങ്ങളെ പേടിച്ചിട്ട് ഇവിടെ നിന്ന് പോകണോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഗായനെ കൊല്ലുന്നു എന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ പേടിച്ചിട്ട് ഇവിടെ നിന്ന് ഡർക്കെ മാരെ ചോദ്യെങ്കിൽ പേടി കൊണ്ട് ഇത് ഉപേക്ഷിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിക്കുകയാണ് അവിടെ വന്ന ഹിന്ദുക്കൾ. മേ കൈത്താ ഹൂം എ മജ്ഹബ് നെഹി ഹേ, മേ ഹജ്ജ് സേ ഹോ ആയാ ഹൂം. ഖുറാൻ അവിടെ മുസ്ലിംസാണ്. മുസ്ലിംസ് പറയാണ് എന്തുകൊണ്ട് പറ്റില്ല, എന്തുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ഗായിൻ്റെ കുർബാന നടത്തിക്കൂടാ, ബലിദാനം നടത്തിക്കൂടാ, ഇതെന്താ നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമാണോ എന്ന് മുസ്ലിംസ് ചോദിക്കുകയാണ്. അപ്പോൾ സുബാൻ ദാദ അതിന് മറുപടി പറയാണ്, മേ കൈത്താ ഹൂം എ മജ്ഹബ് നെഹി ഹേ, മേ ഹജ്ജ് സേ ഹോ ആയാ ഹോ, कुरान मैंने पढ़ी है, गाय की कुर्बानी लाजमी नहीं है, अरब में लोग दुम्मे और ऊँट की कुर्बानी अमूनन करते हैं. ഓക്കെ, പറയാണ് ഞാനാണ് പറയുന്നത്, ഇത് മജ്ഹബല്ല, ഇതൊരു പള്ളിയാണ്. അതുപോലെ തന്നെ എന്താണ്, ഞാൻ ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നതാണ്, ഞാൻ ഖുറാൻ പഠിച്ചിട്ടുണ്ട്. ഈ പശുക്കളെ കൊല്ലുക എന്ന് ബലിദാനം നടത്തുന്നത് ലാച്മി നിഹിഹെ, അതൊരു യോജിച്ച കാര്യമല്ല, അത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അറബിലൊക്കെ ഇപ്പോഴും എന്താണ് ഒട്ടകത്തിനെയും ഇല്ലെങ്കിലും അവിടുത്തെ എന്ത് മൃഗത്തിനെയാണെങ്കിലും ബലിദാനം നടത്തുന്നത് അൻമൂനൻ കത്തേഹെ, അതിപ്പോൾ നിരോധിച്ച് വരുന്നുണ്ട് ഇല്ലെങ്കിൽ നിരോധിക്കുന്നുണ്ട്. കാരണം ഖുറാനിൽ അങ്ങനെ ഒരു മൃഗത്തെ ബലി കൊടുക്കുന്നത് അനുയോജ്യമാണ്, ഇല്ലെങ്കിൽ അതൊരു സാർത്ഥകമായിട്ടുള്ള കാര്യമാണ്, ഉചിതമാണ് എന്നൊന്നും പറയുന്നില്ല. പോരാതെ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നതാണ്, അപ്പോൾ എനിക്ക് ആരെയും അങ്ങനെ ഹിംസയിലൂടെ കാര്യങ്ങൾ നേടുന്നത് എനിക്ക് പറ്റില്ല എന്ന് സുബാൻ ദാദ പറയാണ്. लेकिन हम गाय की भी कुर्बानी करें तो वो रोकने वाले कौन होते हैं, हमारे मजहब में वो दस्तअंदाजी क्यों करेंगे. പക്ഷേ ഇവർ മുസ്ലിംസ് ഒരേ വാശിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗായിനെ കൊല്ലുന്നു എന്നുള്ളൊരു സാധനം ന്യൂസായിട്ടൊന്നും വന്നിട്ടില്ല, ഇല്ലെങ്കിൽ അത് സുബാൻ ദാദേൻ്റെ പള്ളിയാണ്, സുബാൻ ദാദ അറിഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ പറയും അവിടെ ഗായ് ഇനിയിപ്പോൾ എന്താ പള്ളിയിൽ ഗായിനെ കൊല്ലുമല്ലോ ഇവർ എന്ന് ചിലപ്പോൾ ഹിന്ദുക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മുസ്ലിംസ് ഇനിയിപ്പോൾ എന്താ നമുക്ക് ഗായിനെ കൊല്ലാലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് കൊല്ലുന്നു ഇല്ലെങ്കിൽ ബലിദാനം എന്ന രീതിയിൽ തന്നെ മാറിപ്പോയി.
പക്ഷെ അത് പിന്നെ അതൊരു വാശിയായി, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പോൾ മുസ്ലിംസ് വിചാരിക്കുകയാണ് അവർക്ക് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗായിൻ്റെ ബലിദാനം നടത്തുമ്പോൾ അതിനെ എതിർക്കാൻ ഈ ഹിന്ദുക്കൾ വരികയായിരിക്കും. അപ്പോൾ അത് നമുക്ക് സമ്മതിച്ചുകൂടാ. നമ്മൾ പേടിച്ചിട്ട് ഇനിയിപ്പോൾ ഗായിനെ കൊല്ലാതിരുന്നാലാണ് നമ്മുടെ അഭിമാനത്തിന് പ്രശ്നം വരിക. കാരണം ബലിദാനം നടത്തിയില്ലെങ്കിൽ അവർ വിചാരിക്കും നമുക്ക് പേടിയായിട്ടാണെന്ന്. അറ്റ് എ ടൈം ഹിന്ദുക്കൾ വിചാരിക്കുന്നത് കുറച്ച് മാത്രമുള്ള മുസ്ലിംസ് ഗായിനെ കൊല്ലുകയാണെങ്കിൽ പിന്നെ അവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് അവരും വിചാരിക്കുന്നത്. അപ്പോൾ പറയാണ് നമ്മളിവിടെ ഗായിനെ എന്തായാലും ബലിദാനം നടത്തിയിരിക്കും. അത് ആരാണ് തടയാൻ വരുന്നത് എന്ന് നോക്കാമല്ലോ. നമ്മുടെ ഏരിയയിൽ നമുക്ക് എന്താണ് കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ പിൻവലിക്കാൻ വരുന്നത് ആരാണെന്ന് നമുക്ക് അറിയണമല്ലോ. അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം എന്ന് പറയാണ്. उनकी बात उनसे पूछो, मैं मुसलमान हूँ, कभी अल्लाह को नहीं बोला हूँ, मैं मुसलमान की हैसियत से कहता हूँ, मैं गाय की कुर्बानी ना होने दूँगा. അപ്പോൾ ഇവർ പറയാണ്, സുബാൻ ദാദ പറയാണ് അവരുടെ കാര്യം അവരുടെ അടുത്ത് പോയി ചോദിക്കുക. ആരാണ് എതിർക്കാൻ വരുന്നത്, ആർക്കാണ് അതിനുള്ള ധൈര്യം എന്നുള്ളതൊക്കെ അവരുടെ അടുത്ത് ചോദിക്കുക. പക്ഷെ ഞാനൊരു മുസൽമാനാണ്, ഞാൻ ഒരിക്കലും അല്ലാഹുവിനെ മറന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മുസൽമാനാണ് എന്നുള്ളൊരു അധികാരത്തിൽ തന്നെ പറയാണ് ഞാൻ ഗായ്ക്ക് കുർബാനി ന ഹോനെ ദൂങ്ക, ഞാൻ പശുവിൻ്റെ ബലിദാനം നടത്തില്ല, അല്ലെങ്കിൽ പശുവിനെ ബലിയാടാക്കില്ല എന്ന് തറപ്പിച്ചു പറയാണ്. ദാദാ की समची धाड़ी गिल रही थी, गुस्से से चेहरा लाल था, होंठ फटक रहे थे, शरीर तक हिल रहा था. उनकी एक हालत दादा की समची धाड़ी गिल रही थी, गुस्से से चेहरा लाल था, होठ फटक रहे थे, शरीर तक हिल रहा था. उनकी ये हालत देख सभी चुप रहे. ദാദയ്ക്ക് ദേഷ്യം വന്നു. എന്നിട്ട് അവരുടെ മുഴുവൻ താടിയും ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായി, ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് മോൻ ചുവന്നതായിപ്പോയി. അതുപോലെ ചുണ്ടിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ശരീരം മുഴുവൻ വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഈ അവസ്ഥ കണ്ടിട്ട് എല്ലാവരും സൈലൻ്റായി. ലേക്കിൻ ഏ നൗജവാൻ ബോലുടാ, പക്ഷെ പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ ബൂട്ടേ ഹേ ആപ് അബ് അലഗ് ബൈഠിയേ, ഹം കാഫിറോം സേ സമജ് ലേംഗെ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ വയസ്സായി, നിങ്ങൾ കുറച്ചൊന്ന് മാറിയിരുന്നുള്ളൂ, അതായത് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമായി. ഞങ്ങൾ ഈ ഇങ്ങനെയുള്ള കാഫീർ, ഇങ്ങനെയുള്ള നിരീശ്വരവാദികൾ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെയ്ത്താന്മാർക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ആരാണ് മുസ്ലിംസ്, അള്ളാഹുവിന് എന്താണ് ഇഷ്ടം എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിങ്ങൾക്ക് വയസ്സായില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ എന്ന് ഒരു ചെറുപ്പക്കാരൻ പറയാണ് കേട്ടോ. അപ്പോൾ അതുവരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്